മാർച്ച് 3-ാം തീയതിയായിരുന്നു പൊങ്കാല, അതായത് ആറ്റുകാൽ പൊങ്കാല. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് ഇപ്പം ഇന്ന് 6-ാം തീയതിയായി. 3 ദിവസം നമുക്ക് കൂട്ടാം, അല്ല 2 ദിവസം കഴിഞ്ഞു. ഈ 2 ദിവസം കഴിഞ്ഞിട്ടും ഈ പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ശുചീകരണ പ്രവർത്തികളും തിരുവനന്തപുരത്ത് നടന്നിട്ടില്ല. ഇത് വലിയ രീതിയിലുള്ള ആരോപണവും ഒക്കെ ആയിട്ട് ഉയർന്നു വന്നു. അപ്പം ഈ ആരോപണം ഉയർന്നു വന്ന സമയത്ത് നമ്മുടെ മന്ത്രി ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി RDOയ്ക്കൊരു നിർദ്ദേശം കൊടുത്തു. അതായത് റിപ്പോർട്ട് സമർപ്പിക്കണം, ശുചീകരണ പ്രവർത്തികൾ കൃത്യമായിട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊരു റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇത് അറിഞ്ഞപ്പം VV രാജേഷിന് മേയർ പറഞ്ഞു, മേയർ ശിവൻകുട്ടിയോട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താങ്കൾ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പണി മാത്രം ചെയ്താൽ മതി, ഞങ്ങളുടെ പണി ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാമെന്ന് VV രാജേഷ് പറഞ്ഞു. അപ്പൊ ഈ VV രാജേഷ് ഇത് പറഞ്ഞപ്പോൾ ഇതിനിപ്പോ മറുപടി ശിവൻകുട്ടി കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഏത് മന്ത്രിക്കും, ഏത് വകുപ്പ് മന്ത്രിക്കും സംസ്ഥാനത്ത് നടക്കുന്ന ഏത് കാര്യത്തിലും ഇടപെടാൻ പറ്റും, ഞങ്ങൾക്ക് സംസാരിക്കാൻ അർഹതയുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി ചെയ്യാനും അറിയാം, കാര്യങ്ങളിൽ ഇടപെടാനും അറിയാമെന്ന് ശിവൻകുട്ടിയും പറഞ്ഞിട്ടുണ്ട്. തർക്കങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, പക്ഷെ തിരുവനന്തപുരം ഇപ്പോഴും ക്ലീൻ ആയിട്ടില്ല. തുടക്കത്തിൽ തന്നെ VV രാജേഷ് എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ 3-ാം തീയതി നടന്ന പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ശരി മഴയൊക്കെ ഉണ്ടായി എന്നൊക്കെ വെക്കുക, എന്ത് ഒരു പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും നിർമ്മാണങ്ങളുമാണ് തിരുവനന്തപുരത്ത് നടത്തിയതെന്ന് ഒന്നറിഞ്ഞാൽ കൊള്ളാം. കാര്യം അവിടെ പൊങ്കാലയ്ക്കായിട്ട് തലേ ദിവസം തടിച്ചുകൂടിയ 2-ാം തീയതിയോടുകൂടി അവിടെ തടിച്ചുകൂടിയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ അവർ പറയുന്ന അഭിപ്രായ പ്രകടനങ്ങൾ വളരെ മോശമായിരുന്നു. പൊങ്കാല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യൻ റെയിൽവേ പോലും സഹകരിച്ചുകൊണ്ടാണ് ശരിക്കും പൊങ്കാലയ്ക്കായിട്ട് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് സ്ത്രീകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളും യുവതികളും എന്നുകൊണ്ട് എല്ലാവരും തിരുവനന്തപുരത്തേക്ക് കുട്ടികൾ വരെ എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു നഗരാധിപൻ എന്നുള്ള നിലയിൽ VV രാജേഷിനെ സംബന്ധിച്ചിടത്തോളം ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ വെറുതെ വാചകം അടിക്കുന്നതുകൊണ്ട് കാര്യമില്ലെന്നേ. വാചകമടിക്കാനും ആൾക്കാരുടെ മുമ്പിൽ ക്യാമറയ്ക്ക് മുന്നിൽ കിടന്ന് ഷോ കാണിക്കുന്നതല്ല വികസനം എന്ന് പറഞ്ഞാൽ. അവിടെ ചെന്നിട്ട് ക്യാമറ കണ്ടു കഴിയുമ്പോൾ അവിടെ ആരെങ്കിലും ഒരു കാറിന് പാർക്കിംഗ് ഫീ കൂടുതൽ മേടിക്കുന്നു, ചോദ്യം ചെയ്യാം, തെറ്റൊന്നുമില്ല, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ അങ്ങനെയൊക്കെ ചോദ്യം ചെയ്യുമ്പോഴും അവിടെ എത്തി ഭക്തർക്ക് പൊങ്കാല ഇടാനുള്ള അടിസ്ഥാന സൗകര്യ വികസനം എന്ത് നടത്തി എന്നുള്ളതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. കഴിഞ്ഞ ദിവസമുള്ള ദൃശ്യങ്ങളൊക്കെ എല്ലാ മാധ്യമങ്ങളിലും വന്നതല്ലേ, നമ്മൾ കാണുന്നതല്ലേ ഇതൊക്കെ. അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? ആ മഴ പെയ്തു, ശരിയാണ്. ഇതിനെ നേരിടാൻ ഇങ്ങനെ എല്ലാ കാലത്തും പൊങ്കാല നടക്കുന്ന സമയത്ത് ഈ രീതിയിലുള്ള പരാതിയൊന്നും ഉയർന്നു കേട്ടില്ല. ഇതിനു മുൻപും പൊങ്കാല നടന്നിട്ടുണ്ട്. ആര്യരാജേന്ദ്രൻ മേയറായിട്ടിരിക്കുന്ന സമയത്തെല്ലാം പൊങ്കാല നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി ഉയർന്നു വന്നിട്ടുണ്ടോ? ആ സമയത്തെല്ലാം പൊങ്കാലയ്ക്ക് കൃത്യമായി അതിനുള്ള പൂർവ്വ ശുചീകരണം നടത്താറുണ്ട്. പൊങ്കാലയ്ക്ക് തൊട്ട് മുമ്പായിട്ട് അവിടുത്തെ എല്ലാ സൗകര്യങ്ങളും ഈ പറയുന്ന മേയറുടെ ഇടപെടലോടുകൂടി ചെക്ക് ചെയ്യാറുണ്ട്, പരിശോധിക്കാറുണ്ട്, കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അവിടെ മന്ത്രിമാരടക്കം MP രാജേഷ് അടക്കം എത്തിക്കൊണ്ട്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അദ്ദേഹത്തിന്റെ കീഴിലാണല്ലോ, അദ്ദേഹം അടക്കം എത്തിക്കൊണ്ട് അവിടെ കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട്. ഇനി എന്താ ശിവൻകുട്ടിയുടെ പ്രശ്നം? V ശിവൻകുട്ടിക്ക് എന്താ കുഴപ്പം? ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മേയറായിരുന്നേ ശിവൻകുട്ടി, തിരുവനന്തപുരത്തുകാരനാണ് ശിവൻകുട്ടി. ആ ശിവൻകുട്ടിക്ക് മന്ത്രിയായിട്ടിരിക്കുന്ന ഒരാൾക്ക് എന്താ ഇത് ചോദിക്കാനുള്ള അധികാരമില്ലെന്നാണോ VV രാജേഷ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എല്ലാം ഇത് VV രാജേഷ് എന്ന് പറയാൻ തിരുവനന്തപുരത്തിന്റെ മുഖ്യമന്ത്രിയാണെന്നാണോ കരുതി വെച്ചിരിക്കുന്നത്? അല്ല, തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത് കേരളത്തെക്കാൾ വലിയ ഒരു സംസ്ഥാനമോ അല്ലെങ്കിൽ കേരളം നിലനിൽക്കുന്ന ഒരു രാജ്യമോ അല്ല തിരുവനന്തപുരം. തിരുവനന്തപുരം കേരളത്തിലെ വെറും ഒരു നഗരസഭ മാത്രമാണ് തിരുവനന്തപുരം. അത് മനസ്സിലാക്കാത്ത എന്താണ്? മന്ത്രി നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്നാണ് പറയുന്നത്. നിങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ചില വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യം അദ്ദേഹം കൃത്യമായും വൃത്തിയായും വെടിപ്പായും നോക്കിയത് കൊണ്ടാണ് മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ വിദ്യാഭ്യാസ മേഖല ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. കുട്ടികൾക്ക് ഇടയിൽ മന്ത്രി എന്നുള്ള നിലയ്ക്ക് നിന്നിട്ടല്ല, മന്ത്രി അപ്പൂപ്പൻ എന്നുള്ള നിലയ്ക്കുള്ള ഒരു പ്രാധാന്യം V ശിവൻകുട്ടിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഭരിക്കുന്ന ആ വകുപ്പ് വളരെ കൃത്യമായി ഹാൻഡിൽ ചെയ്യാനുള്ള ശേഷി ഉണ്ടായിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ ആ വകുപ്പ് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയിട്ട് തന്നെയാണ് V ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നതെന്നേ. അപ്പോൾ അങ്ങനെ അദ്ദേഹം നിൽക്കുന്ന നേമം മണ്ഡലം ഉൾപ്പെടുന്ന നഗരസഭ അതിർത്തിയിൽ ഇങ്ങനെ, അതായത് ഈ ഇദ്ദേഹത്തിന്റെ വീടിന്റെ ആ ഭാഗത്ത് തന്നെയാണ് ഈ ഇത് വരുന്നത്. ആറ്റുകാൽ പൊങ്കാല അവിടെയൊക്കെ നടക്കുന്നതാണ്, ചക്ക ആ ഭാഗത്തൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ ആ ഭാഗത്ത് നടക്കുന്ന ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞ സവിശേഷമായ ഒരു ഉത്സവം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് എന്താണ് VV രാജേഷിന് ചെയ്തുകൂടാൻ കഴിയാത്തത്? പ്രഖ്യാപിച്ചായിരുന്നല്ലോ തുടക്കത്തിൽ, ഞങ്ങൾ അവിടെ നിന്ന് ഇഷ്ടിക ശേഖരിക്കുന്നു, വീട് നിർമ്മാണത്തിനായിട്ട് ഞങ്ങൾ ഇഷ്ടിക കൊണ്ടുപോകും. ലക്ഷക്കണക്കിന് ഇഷ്ടികയാണ് അവിടെ വരുന്നത്, ലക്ഷക്കണക്കിന്. ഞങ്ങൾ കൊണ്ടുപോയിക്കോളൂ, അതിന് പറഞ്ഞില്ലല്ലോ. അന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. പണ്ട്
ഇതേപോലെ തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞിരുന്നു, മുൻ മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു ഞങ്ങൾ ഈ ഇഷ്ടികകൾ ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് വെക്കുന്നതിന് വേണ്ടി എടുക്കും. അന്ന് നാണമില്ലാത്ത ഇതേ BJP സംഘപരിവാറോ അവിടെ നിന്ന് ആഹ്വാനം ചെയ്തു അവിടെയുള്ളവരോട് നിങ്ങൾ ഒന്നുകിൽ ഇഷ്ടിക പൊതിഞ്ഞു കെട്ടി തിരിച്ചു കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവിടെ ഇട്ട് ഉടച്ചിട്ട് പോകണമെന്ന്. ഇതാണോ ഉത്തരവാദിത്തമുള്ള, ഞങ്ങൾ ഭരിക്കാനിരിക്കുന്ന നഗരസഭയാണ് ഇത് എന്നുള്ള ബോധമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത്? അന്ന് ഈ പറയുന്ന BJP അവിടുത്തെ പ്രതിപക്ഷമായിരുന്നേ. പിന്നെ ആര്യ രാജേന്ദ്രൻ അവിടെ മേയറായിട്ടിരിക്കുന്ന സമയത്ത് BJP പ്രതിപക്ഷമായിരുന്നു. അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം കാണിക്കണ്ടേ? പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് പ്രതിപക്ഷത്ത് വരുന്നത്, അല്ലാതെ വഴിയെ കൂടെ പോകുന്നവർ കയറി പ്രതിപക്ഷ നേതാവുകയല്ല ചെയ്യുന്നത്. അപ്പം അവിടെ എന്താണ് സംഭവം? ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിപക്ഷം ഉണ്ടായിട്ട് പോലും ആ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയം നോക്കിക്കൊണ്ട് ഈ ഇഷ്ടികകളെല്ലാം അവിടെ പൊടിച്ചിട്ടു. ഞങ്ങളുടെ ഹൈന്ദവ വിശ്വാസ പ്രകാരം ഇതുകൊണ്ട് വീടുണ്ടാക്കാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞത്. എന്തിന് നാണം കെട്ട വർത്താനാ പറഞ്ഞത്? എന്തിന് നാണം കെട്ട വർത്താനാ? എടാ, ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കരുതെന്ന് പിന്നെ രാമൻ പറഞ്ഞിട്ടുണ്ടോ? അല്ലെ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പിന്നെ എനിക്ക് വേണ്ടിയിട്ട് പിന്നെ പായസം ഉണ്ടാക്കിയ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പൊങ്കാല അർപ്പിച്ച ഈ ഇഷ്ടിക കൊണ്ട് മറ്റൊരാൾക്ക് ഗുണപ്പെടുന്ന ഒരു കാര്യം ചെയ്യരുതെന്ന് ഏത് ദൈവം പറഞ്ഞിട്ടുള്ളത്? ഏതെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടോ? പൊങ്കാല ഇപ്പൊ പിന്നെ ആറ്റുകാൽ അമ്മ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവരൊക്കെ ആറ്റുകാൽ അമ്മയാണെങ്കിൽ തന്നെയും പിന്നെ തന്നെ പ്രീതിപ്പെടുത്താനിരിക്കുന്ന ഒരു ഭക്തന് ഒരു വീടുണ്ടായി കാണട്ടെ എന്ന് ആഗ്രഹിക്കും. അതായത് ദൈവങ്ങൾക്ക് കഴിയാത്ത മനുഷ്യൻ ചെയ്തു കൊടുക്കണമെന്നുള്ളതാണ്. അതാണല്ലോ ഇപ്പൊ ശരിക്കും ഈ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത്. മനുഷ്യർ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്, അവർക്ക് പ്രേരിപ്പിക്കാനേ കഴിയൂ. അപ്പോൾ അതുകൊണ്ട് അന്ന് പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് തിരുവനന്തപുരം നഗരം ക്ലീനായി എന്നുള്ളതാണ് അന്നത്തെ ഒരു കാര്യം. ആര്യ രാജേന്ദ്രൻ ഇരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത ദിവസം, ഞാൻ ഇതിൻ്റെ അനുഭവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞാണെന്ന് തോന്നുന്നു, തൊട്ടടുത്ത ദിവസം പൊങ്കാല കഴിഞ്ഞ് നമ്മൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തുമ്പോൾ ആ നഗരം ക്ലീനായി കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അന്ന് മന്ത്രി MP രാജേഷ് അടക്കം തിരുവനന്തപുരത്ത് ഇറങ്ങിയിരുന്നു. ഇറങ്ങി നിന്നുകൊണ്ടാണ് അവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചത്. രാത്രി 1 മണിക്ക് 2 മണിക്ക് 3 മണി വരെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നഗരം ക്ലീൻ ആയത്. എന്നിട്ടും ഈ നഗരം എന്തുകൊണ്ട് ക്ലീൻ ചെയ്യാൻ കഴിയുന്നില്ല? അത് ചോദ്യം ചെയ്യണ്ടേ? ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി എന്നുള്ള നിലയിൽ, തിരുവനന്തപുരത്തുകാരനായ മന്ത്രി എന്നുള്ള നിലയിൽ. തിരുവനന്തപുരത്ത് എത്ര മന്ത്രിമാരുണ്ട്? 2 മന്ത്രിമാരാണ് തിരുവനന്തപുരത്തുള്ളത്. ഒന്ന് നമ്മുടെ പിന്നെ ശിവൻകുട്ടി, 2 നമ്മുടെ തിരുവനന്തപുരത്തെ GR അനിൽ. ഇവർ രണ്ടുപേരും പ്രധാന മന്ത്രിമാരാണ് അവരുത്. ഒരാൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസും, ഒരാൾ പിന്നെ വിദ്യാഭ്യാസ വകുപ്പും. എന്തുകൊണ്ടാണ് അപ്പോൾ ശിവൻകുട്ടിക്ക് മന്ത്രിക്ക് ഇതൊന്നും ചോദിക്കാനുള്ള അധികാരമില്ലെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഈ ഒരു നഗരത്തിന്റെ മേയർ എന്ന് പറഞ്ഞാൽ മന്ത്രിയെക്കാട്ടി അപ്പുറത്തിരിക്കുന്ന ഒരാളാണോ? അല്ല. ഇവിടെ VV രാജേഷ് രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ സർക്കാർ അങ്ങനെ ഒരു നിർദ്ദേശം വെച്ച സമയത്ത് അവിടെ പറയേണ്ടത് എന്താ? നിങ്ങൾ നിങ്ങളുടെ വകുപ്പ് നോക്കാനല്ല പറയുന്നത്, നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ കാര്യം തീർക്കാമെന്നാണ് പറയേണ്ടത്. അതല്ലേ ചെയ്യേണ്ടിയിരുന്നത്? തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ മന്ത്രിയും അദ്ദേഹത്തിന്റെ പ്രതിനിധികളും വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഒരുമിച്ച് നിന്ന് തീർക്കാം, ഈ സിറ്റി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പൊ അവര് ഡിവൈഎഫ്ഐക്കാര് ആഹ്വാനം ചെയ്തിട്ടുണ്ട്, അതായത് നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങിക്കോളാം. ഇപ്പൊ ഡിവൈഎഫ്ഐക്കാർക്ക് അതിന്റെ തന്റെ ഇടം ഉണ്ടെന്നേ. ഡിവൈഎഫ്ഐയിലെ കുട്ടികൾക്ക് അതിന്റെ തന്റെ ഇടം ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എന്താ പറയട്ടെ, പ്രളയം ഉണ്ടായി. ഒരുപക്ഷെ വിദ്യയൊക്കെ പ്രളയത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. പ്രളയം ഉണ്ടായ സമയത്ത് പിന്നെ വീടുകൾ ശുചീകരിക്കണം. അപ്പോൾ പ്രളയമെല്ലാം അടിച്ച് പോയി, എല്ലാം വീടുകളെ പലരെയും പുനരധിവസിപ്പിച്ചു. ആ ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് എല്ലാം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ അന്ന് വേദവാക്യമാണ്. അന്ന് പ്രളയകാലത്താണെങ്കിലും കോവിഡ് കാലത്താണെങ്കിലും 6 മണി എന്ന് പറയുന്ന ഒരു സമയമുണ്ടെങ്കിൽ എല്ലാ മലയാളികളും TV-യുടെയും അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെയും അടുത്ത് എത്തിയിരിക്കും. ആ സമയം മുതൽ 1 മണിക്കൂർ സമയം മുഖ്യമന്ത്രി എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ കാതു കൂർത്തിരിക്കുന്ന കാലങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അന്ന് പത്രക്കാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, പിന്നെ CMA ഇത് വീടെല്ലാം അലങ്കോലമായി കിടക്കുകയാണ്, അതൊക്കെ ഇനി ക്ലീൻ ചെയ്യണം. അപ്പോൾ ക്ലീൻ ചെയ്യാതെ അവരെ ആരെയും താമസിപ്പിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു. അന്ന് മുഖ്യമന്ത്രി ഒറ്റ വാചകം പറഞ്ഞുള്ളൂ, നമ്മളെല്ലാം ഒരുമിച്ച് അങ്ങ് ഇറങ്ങുകയല്ലേ എന്ന ഒരു ചോദ്യം. ആ ഒരു ചോദ്യത്തിന്റെ ആ ഒരു പിന്നെ ഊർജ്ജം ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ അങ്ങ് ഒരുമിച്ച് ഇറങ്ങുകയല്ലേ എന്ന് ഒരു പിന്നെ കേരളത്തോട് ആഹ്വാനം ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി. അപ്പം അങ്ങനെ അതും കേട്ടുകൊണ്ട് ആ പ്രളയത്തിൽ തകർന്നു പോയ ഈ ചെളി കയറി കിടക്കുന്ന വീടുകളെല്ലാം വൃത്തിയാക്കാൻ വേണ്ടി കേരളത്തിന്റെ നാനാഭാഗത്ത് നിന്ന് DYFI പ്രവർത്തകരും ചെറുപ്പക്കാരും എല്ലാം ഇടിച്ചു കയറുകയായിരുന്നു. അല്ലെ, ഒരുപക്ഷെ അനുഭവം ഉണ്ടാവും. അവരൊക്കെ വന്ന് വീടുകളെല്ലാം വൃത്തിയാക്കുകയാണ്. ഇത് ആരുടെ വീടാ? ഇത് പിന്നെ DYFI-കാരുടെ വീടാണോ, CPM-കാരുടെ വീടാണോ, ഇനി അതല്ല BJP-കാരൻ്റെ ആണോ, കോൺഗ്രസ്സുകാരനെ ഒന്നും ചോദിച്ചിട്ടില്ല. അവരുടെ മുന്നിൽ കാണുന്ന വീടുകളിലേക്ക് വോളണ്ടിയർമാർ ഇടിച്ചു കയറി വൃത്തിയാക്കിയിട്ട് തിരിച്ചിറങ്ങിപ്പോയി. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? ഇത് ഒരു ഭരണാധികാരി കൊടുത്ത വല്ല ഭരണാധികാരിയുടെ വായിൽ നിന്ന് വീണ ഒരൊറ്റ ചോദ്യമായിരുന്നു അത്. ആ ഒരു ചോദ്യം മാത്രം മതിയായിരുന്നു. നമ്മളങ്ങ് ഒരുമിച്ച് ഇറങ്ങുക അല്ലേ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ വായിൽ നിന്ന് വീണ ആ ഒരു ചോദ്യത്തിന്റെ പുറത്താണ് ഈ എല്ലാവരും ഇടിച്ചു കയറിയത് എന്ന്. അത്രയേ ഉള്ളൂ കാര്യം.
ഒരാൾ ഊർജ്ജമുള്ള അല്ലെങ്കിൽ ഊർജ്ജസ്വലനായ ഒരു നേതൃപാഠവുമുള്ള ഒരാളാണ് അവിടെ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും മന്ത്രിയെ വിളിപ്പിക്കാം, മന്ത്രിയോട് നേരിട്ട് പോയി സംസാരിക്കാം. ശിവൻകുട്ടി തിരുവനന്തപുരത്തിന്റെ സ്വന്തം മന്ത്രിയാണ്. തിരുവനന്തപുരത്തുകാർക്കും അല്ലെങ്കിൽ നേമത്തുള്ളവർക്കും എല്ലാം ശിവൻകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻകുട്ടി ഏട്ടൻ തന്നെയാണ്. ചിലർ അണ്ണാന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് സ്നേഹമുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ശിവൻകുട്ടി എടുക്കി ചെന്നിട്ട് ധൈര്യമായിട്ട് വി വി രാജേഷിനെ എന്നിട്ട് ഈ പറയുന്ന മേയറെന്നോ മന്ത്രിയെന്നോ ഉള്ള യാതൊരു ഭാവഭേദവും ഇല്ലാതെ അവിടെ ചെന്നിട്ട് ശിവൻകുട്ടിയാണോ നമുക്ക് എങ്ങനെ ഇത് ക്ലീൻ ചെയ്യണ്ടേ എന്ന് ശിവൻകുട്ടി എന്നോട് ചോദിച്ചാൽ മതി. ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി. അപ്പോൾ തിരിച്ചു പറയാൻ എന്താ നമുക്കങ്ങ് ഇറങ്ങാം എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളതേ ഇത്. എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. എന്തിനാണ് ഈ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഈഗോ? ഞാൻ രാഷ്ട്രീയം കളിക്കുന്നു. എന്തിനാ രാഷ്ട്രീയം? ഇപ്പൊ അതുകൊണ്ടാണ് ആ രാഷ്ട്രീയം കളിക്കുന്നതുകൊണ്ടാണ് മന്ത്രിയുടെ അധികാരം ഉപയോഗിച്ചിട്ട് ആർഡിയോട് ചോദിച്ചു എന്താണ് ഇവിടെ സംഭവിച്ചു ഈ 3 ദിവസമായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറുപേര അനക്കാൻ കഴിഞ്ഞോ? ചോദിച്ചിരിക്കും. മന്ത്രിയാണ്, അല്ലാതെ മേയറല്ല. മേയർ വേറെ, മന്ത്രി ഈ പറഞ്ഞ പോലെ. ഇതിനു മുമ്പ് നമുക്കറിയില്ലേ, ഒരു കൗൺസിലർ ആയി കഴിഞ്ഞ സമയത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ പൗരം കൊണ്ട് നടന്ന ശ്രീലേഖയുള്ള പാർട്ടിയല്ലേ BJP. അപ്പോൾ ഒരു BJP-കാരനായ ഒരു മേയറിൽ നിന്ന് ഇതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. BJP-കാരനാണ്. കാര്യം ഈ പറയുന്ന അർഹിക്കാത്ത വീണ് കിട്ടിയുന്ന ഒരാളുടെ ഒരു അവസ്ഥയുണ്ടല്ലോ. ഈ എന്താ പറയാ, നമ്മുടെ അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുട പിടിക്കുന്ന ഒരു ചൊല്ലുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ കരുതിയാൽ മതി. ആകപ്പാടെ കിട്ടിയ ഒരു കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷന്റെ ഭരണം ഇതേ തന്നെ കൊണ്ടുകളയും. ശരിക്കും മാറാത്തത് മാറുമെന്നല്ല, നാറാതെ കിടന്ന തിരുവനന്തപുരം നാറും എന്നാണ് ഇപ്പോൾ എല്ലാവരും ആ തിരുവനന്തപുരത്തുകാർ പറയുന്ന വാചകത. നാറാത്തതും നാറും. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇനി അടുത്ത 4 വർഷം കൂടി ഇനി പൊങ്കാല വരാൻ പോവാ. ഈ പൊങ്കാലക്കൊക്കെ ഇനി വി വി രാജേഷ് എന്ത് കാട്ടിക്കൂട്ടും എന്തോ. ഇനി മുഖ്യമന്ത്രിയെ കൂടെ കുറ്റം പറഞ്ഞു. മുഖ്യമന്ത്രി കേരളത്തിന്റെ കാര്യം നോക്കിയാൽ തിരുവനന്തപുരത്തിന്റെ കാര്യം നോക്കാൻ വരരുത്. അതിന് മേയറായി പറഞ്ഞ ഞാൻ ഇവിടെ ഉണ്ടെന്ന് ചിലപ്പോൾ CM-നോട് വേണമെങ്കിൽ പറയാൻ പറ്റിയ ഒരു ബോധമേ ഉള്ളൂ വി വി രാജേഷ് എന്നാണ് എനിക്ക് തോന്നുന്നത്.